എന്താ ആരെയും പുറത്തൊന്നും കാണാത്ത? ആരും ഇല്ല ഇവിടെ? ഉണ്ടോ? ലൈറ്റ് ഫുള്ള് ഇട്ട് വെച്ച് ആരും കാണല്ലേ. വെള്ളം നിറയ്ക്കാൻ പോവുക? എന്തപ്പത് വെള്ളം നിറച്ചിട്ട് എന്താ പരിപാടി? ആരും ഇല്ല ഇവിടെ. എന്താണ് എന്താ സംഭവം? ലൈറ്റ് എല്ലാം ഇട്ട് വെച്ചിട്ട് ആരും കാണല്ലല്ലോ. അമ്മു അച്ഛനും ഇവിടെ പഠിക്കുകയാണ്. അപ്പൊ ഞാൻ അവരെ നോക്കിയിരിക്കുക, ഫോണ് നോക്കി. സെക്യൂരിറ്റി അല്ല, കിച്ചൂട്ടനേ പഠിക്കണതിന്റെ ഇടയിലില്ലേ അവ നൈസായിട്ട് ഒന്ന് ഉറക്കം വരും അവന്. അപ്പൊ അവൻ അങ്ങോട്ടാക്കി ഇവരുടെ അടുത്തേക്ക് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ വർത്താനം പറയണേ. അല്ല നിങ്ങൾക്ക് രണ്ടാൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? എന്ത് പഠിക്കലേ പഠിക്കലേ എന്ത് ഇല്ലാത്ത അമ്മനെ വിളിച്ചു കൊണ്ടുവന്നാലേ പഠിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ സ്കൂളിൽ കൊണ്ട് ബുക്കൊന്നും കിട്ടുന്നില്ലേ? ഏട്ടന് ബുക്കൊന്നും കിട്ടുന്നില്ലേ? എന്നാ എടുത്ത് വായിക്കുന്ന ഇല്ലേ? എന്തില്ലെന്ന് ഏട്ടൻ അനിയും കൂടെ ഇരുന്ന് കളിച്ചോളൂ, ഇരുന്ന് വായിച്ചോളൂ. നന്നായി. എന്താണ് നന്നായി അറിയ. എന്തേ? ഒന്നുമില്ല. എന്തേന്ന് ചോറിനാറായിട്ടില്ലല്ലോ? അതിന് സമയം ആവണേയുള്ളൂ, 7:30 ആവണേയുള്ളൂ. എന്താ പറഞ്ഞിട്ട് ചെയ്യണ്? ചോറിനാരായില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കിട്ടിരുന്നാ മതി നിങ്ങള്. എന്താ അച്ചു കണക്കൂട്ടണേ? ഇനി അച്ചുവിന് 3 പരീക്ഷയല്ലേ? അച്ചുവിന് 4 പരീക്ഷ, അമ്മൂന് 2 പരീക്ഷ അല്ലേ? നാളത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മൂന് ബുധനാഴ്ചയല്ലേ? ബുധനാഴ്ചയും കഴിഞ്ഞ് അമ്മു 10ാം ക്ലാസ് ഫ്രീ ആവും. 10ാം ക്ലാസ് യുദ്ധം കഴിഞ്ഞു അല്ലേ? പറഞ്ഞു അതാണ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ അച്ചുട്ടി ഹൈസ്കൂളിലെത്തി, അമ്മു +1 എത്തും. അതാണ് കാണാൻ വയ്യ എൻ്റെ അമ്മോ. സ്കൂളുകാരത്തി ഇങ്ങോട്ട് ആവണതിന്റെ അപ്പോ എവിടെങ്കിലും കൊണ്ട് ചേർക്ക. കഷ്ടപ്പെട്ട് പഠിക്കണേ. ഇവിടെ വായോ. സ്കൂൾ ബസ് ഒന്നും ഇവിടുന്നില്ല, നടന്നിട്ടുണ്ട് പോണം കേട്ടോ. അല്ലാണ്ട് നടന്നിട്ടാണ് പോണം. അവിടേക്കാ നടന്നു പോവോ? നടന്നു പോകട്ടോ. ഇനി സ്കൂൾ ബസ് ഒന്നുമില്ല. വലിയ കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നടന്നു പോകണം. അതാ പോയി. നിന്റെ അടുത്തുണ്ടല്ലോ 2-3 ആളോ? എനിക്ക് കുശുമ്പ് അതിങ്ങനെ എടുത്ത് വെച്ചിട്ടേ ഇതിൽ കുറേ കമ്മലുണ്ടായിരുന്നു. ഞാൻ കുറേ കൊടുത്തുട്ടാ കുട്ടികൾക്ക്. കുട്ടികൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കോളേജിലൊക്കെ പോണ കുട്ടികൾക്ക് നമ്മളിത് ഇവിടെ എടുത്ത് വെച്ചിട്ട് എന്തായാലും മാറി. ഇതാണ്ടോ ഈ കമ്മല് ഇട്ടിട്ട് കാണണം എന്ന് പറഞ്ഞതാണ്. അയ്യോ പൊട്ടു പോയിരുന്നു എന്റെ. ഇതാ ഞാൻ പേടിച്ചിട്ടാ. ഇതാണ്ടോ പാദസരം. നമ്മുടെ അമ്മൂന് പാദസരം വാങ്ങിയിട്ടേ അമ്മൂട്ടി പാദസരം ഇട്ടേ ഇല്ല കേട്ടാ. കണ്ട പുതിയ പാദസരാണ് എനിക്ക് കേട്ടാ. അവളുടെ ഇവരുടെ ഏത് എനിക്ക് ഇതേപോലത്തെ പാദസരം വാങ്ങി തന്നെ കേട്ടാ. എനിക്കിത് കൊള്ളണില്ലേ? അല്ലെങ്കിൽ എനിക്ക് വാങ്ങി തരില്ല. പിന്നെ ഇതാട്ട ഇപ്പൊ പുതിയത് ഇതാ ഒന്ന്, പിന്നെ ഒന്നും കൂടി ഉണ്ട് കേട്ടാ. ഇപ്പൊ ഇതാണ് അധികം. ഇതാണ്ടോ കണ്ടാ? രണ്ടും ഞാൻ വള വാങ്ങി വെച്ചിട്ട് വള ഇട്ടിട്ടില്ല. അപ്പൊ നോക്കുമ്പോഴേ ഞാൻ എൻ്റെ ഒരു ഡപ്പയിലാക്കി വെച്ചതാണ്. ഡപ്പ അതങ്ങോട്ട് ഇട്ടൂടെ പോ. പിന്നെ എന്തിനാണ് ഇട്ട് വെച്ചിട്ട്? അവിടെ പൊന്നൂസിന്റെ കയ്യിലൊക്കെ ആ പാത്രം കിട്ടുകൊണ്ട് കേട്ടോ. പിന്നെ വള അവനിട്ടോളൂ. ലച്ചുവാ
പാത്രം നേരെ നോക്കി എടുത്ത് വെച്ചോ. ആ വേണോ? ഇതാ അതിൽ ഇനിയുണ്ട് വളയും. ഞാൻ വള തിരകിയാണേ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. വെറുതെ കാണാൻ വേണ്ടി വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ. ഞാൻ കുറേ ദിവസമായിട്ടാ ഈ എല്ലാവരും വിചാരിക്കും ഈ വള എങ്ങനെ എൻ്റെ കയ്യിൽ കൊണ്ട് എന്നുള്ളത്. എൻ്റെ കയ്യിൽ ഏത് ചെറിയ വളയും കൊള്ളു കേട്ടോ വേഗം. കാരണം ഞാൻ കുറേ കാലമായിട്ട് ഈ കുപ്പിവളകളൊക്കെ ഇങ്ങനെ ഇടുകൊണ്ടേ. പക്ഷെ ഇന്ന് ഈ കയ്യിൽ കൊള്ളില്ല. ആ കയ്യിൽ ഇടാത്തോണ്ടല്ലേ. അമ്മേ വിളിക്കുന്നു. അച്ചുട്ടി ഞാനും പാടെ അന്ന് രാവിലെ മുതൽ ചെറിയൊരു ഉടക്കിലായിരുന്നു കേട്ടോ. അല്ല ഞാൻ അടുത്തോളാം വെക്കാ. എന്റെ കയ്യിൽ കണ്ട നഗല്ലാണ്ടാട്ടോ ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഓ കളിയാക്കണോ അച്ചുവിന്റെ കയ്യിൽ നഗല്ലാണ്ടാടി. ഇതാ കണ്ടോ വള കൊണ്ടത് കണ്ടോ? എന്റെ കയ്യിൽ നഗല്ലാണ്ടാ. ഒരു കഷ്ടപ്പാടിലും ഇല്ല. ഞാൻ ഇതിടുന്ന് കാണിച്ചു തരാട്ടോ. അതൊരു പ്ലാസ്റ്റിക് കവറിട്ട് കയ്യിലിട്ടാ ഈസി ആയിട്ട് ഇടാം. ഇത് മുളക് പൊടിയും മല്ലിപ്പൊടി കിട്ടിയ പാത്രല്ലേ? പിന്നെ വേറെ പാത്രം വാങ്ങിച്ചില്ലേ? പിന്നെ ഏത് പാത്രം വാങ്ങിച്ചു? പിന്നെ അമ്മ ഒരു ഉണ്ട വാങ്ങിച്ചു. ഉണ്ടേ ഒരു പാത്രം അതൊന്നല്ല, മല്ലിപ്പൊടിയും മുളക് പൊടി ഇടാൻ വേണ്ടി വെച്ച പാത്രം എന്താണ്? നീ നൈസിലത് അടിച്ചെടുത്തിറക്കാണ്. അമ്മേനോട് വെച്ചിട്ട് കുപ്പിവളല്ലേ കണ്ടോ? വെറുതെ പറയല്ലേ. ആദ്യം ഒന്ന് ഇതെന്താണെന്നറിയോ? ഈ വള ഏറ്റവും ചെറിയ വള. ഇതിന്റെ ഒരു തോണയും കൂടി ഇത് അതിന്റെ ഒരു പാത്രമാണ്. ഇതെന്തിന് ഡയറി മിൽക്കൊക്കെ തീറ്റ കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ എടുത്ത ചേർന്ന് അമ്മൂന് അങ്ങനെയുള്ള സ്വഭാവമുണ്ട്. ഓർമ്മകളെ എന്തിന്റെ ആര് വാങ്ങി കൊടുത്തത്? അങ്ങനെ ഓർത്ത് വാങ്ങിക്കുമ്പോ അതില് ഇവര് നമ്മളറിയാണ്ടൊക്കെ ചേച്ചിമാർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ ചേച്ചി സ്വന്തമായി കഴിക്കാൻ കവർ എന്തെങ്കിലും ഓർമ്മിക്കാന്ന് പറഞ്ഞിട്ട് എടുത്തേക്കാ. അതെ നീ അമ്മ ചേച്ചിയുടെ എടി ഭയങ്കരി. അതെന്താ പൈസ പൈസ ഇന്ന് അവളുടെ 50 പൈസ എപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ നിന്റെ കയ്ത്താ 200-500 കണ്ടെടുക്ക്. അതെന്തിനാ? അത് തോണ്ടാൻ പാടില്ലാന്ന്. ഏട്ടാ അമ്മ സ്കൂള് പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഓരോന്നുണ്ടാക്കും. എൻ്റെ കയ്യിൽ ഈ നഗല്ലാണ്ടേ നഗ മൊത്തം പറിച്ചും കൊണ്ടൊരു പ്രശ്നം. ഇതെന്താ? അമ്മു മേമയുടെ ഫോൺ അങ്ങോട്ട് കൊടുക്കട്ടോ. പിന്നെ അവിടെ എടുത്തേക്കുണ്ട്. ഇപ്പൊ സുഗന്യക്ക് ഫോണ് കാണാൻ പറ്റാതെയോ എന്താ? ഇതാണ്ടോ ഈ ഒരു കമ്മലിന് 160 രൂപ കിട്ടാം. ഞാന് എന്താ വിലയിലൊക്കെ വാങ്ങിയിട്ടുണ്ടേ. എന്നിട്ട് ഡപ്പയുടെ ഉള്ളിൽ എടുത്തേക്കും ചെയ്യും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. 160 രൂപയുടെ കമ്മല്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന് എന്താ അവരിങ്ങനെ പറഞ്ഞപ്പോഴേ 160 രൂപ എന്ന് പറഞ്ഞപ്പോഴേ പൂരപ്പറമ്പിലേ ഈ കമ്മലിന് 50 രൂപയുള്ളൂ. നിങ്ങൾ ഇവിടെ എന്താ 160 രൂപ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു 160 രൂപ ഈ കമ്മലിനില്ല. ഈ കമ്മലിന് വെറും 45 റുപ്യുള്ളൂ പറഞ്ഞു. ആ ലാസ്റ്റ് അവിടുത്തെ ആ ചേച്ചി പറഞ്ഞു ചേച്ചി 50 രൂപ എന്നിട്ട് ഈ ചേച്ചി കമ്മലെടുത്തോ. അച്ചു അതാണ് പറയണത്. എന്നിട്ട് ലാസ്റ്റിന് 45 രൂപ കൊടുക്കുകയും ചെയ്തു. എന്താ അച്ചു നീ ഇതൊക്കെ കാണില്ലേ? എങ്ങനെ നീ നമ്മുടെ കൂടെ പോണ്? പോയല്ലേ പറ്റൂലേ?
അച്ചു എന്നിട്ട് ഓരോ ചിരി പറയുമ്പോൾ ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൂരപ്പറമ്പിൽ പോയിട്ട് കമ്മൽ വാങ്ങാറുണ്ട് 35-40 രൂപയുള്ളൂ കമ്മലിന്. ഇതിനത്ര കമ്മലിന് വിലയില്ല പറഞ്ഞപ്പോൾ എന്നിട്ട് ചേച്ചി നല്ല വില ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അപ്പുറത്തുനിന്ന് പോയിട്ട് ഇപ്പോൾ വാങ്ങിയിട്ട് വരാട്ടോ പറഞ്ഞു. വേണ്ട ചേച്ചി. അപ്പോൾ അവർ ശരിക്കും എത്ര പൈസ വാങ്ങുന്നുണ്ടാവില്ലേ? അപ്പൊ അവര് വേഗം അപ്പൊ ഏട്ട ഇതൊക്കെ മിതമായ വില തന്നെയല്ലേ അല്ലേ? എന്താ അപ്പൊ അങ്ങനെ ഞാനല്ലേ നോക്കിട്ട് വില കുറവ് നോക്കിട്ട് എടുക്കട്ടെ. അവര് വെറുതെ അങ്ങനെ പറയുന്നതാണ്. ഒരു കമ്മ ഉണ്ടാവും. ഇതിന്റെ വില ഇത് വേണ്ട. പിന്നെ കുറച്ചിരിക്കും. ലാസ്റ്റ് ഇത് ആ കമ്മൽ വില കുറച്ച് കൊടുക്കാതെ അത് മതിയല്ലേ? അതിന് എനിക്ക് മാത്രം എടുത്താ പോരെ, നിങ്ങക്ക് 2 മക്കൾക്കും വാങ്ങണേ. അപ്പൊ ഞാന് എന്തെങ്കിലും ചോറ് എത്തേ ചോറ് വെക്കിയ സമയത്ത് എന്താ ഈ സമയത്ത് ചോറ് വെച്ചിട്ട് എത്ര നേരം ചാർജർ കൊണ്ടുവരാണ്. അതും കൊണ്ട് അച്ഛനെ ചാർജ് ചെയ്യാൻ ഇന്ന് അച്ഛന് നല്ല മൂടാട്ടോ. എന്താ വെച്ചാ രാവിലെ ഇന്ന് 2 കിട്ടിക്കണു. വെറുതെ വാശി. അവള് മൂഡ് ഓഫ് ആക്കണ്ടേ വല്ലത് കഴിക്കാനുണ്ടെങ്കിൽ. പക്ഷെ തല്ലി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു കൊടുത്തു എന്തിനാണെന്നറിയോ അച്ചു അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കത് കാര്യം മനസ്സിലായി. അവള് ഒറ്റ പ്രശ്നമുള്ളൂ കേട്ടോ, ബാക്കി നമുക്ക് ഒരു കുഴപ്പമില്ല. അവളുടെ തലയിൽ പെയിൻ എടുക്കാൻ അവൾക്ക് പറ്റില്ല. പെയിൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നല്ല, ആ കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ്. അവളും അവളുടെ പെയിനുകൾ നമ്മൾ വല്ലാത്തൊരു ആത്മാവുന്നുണ്ട്. അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം അവള് ചെയ്യില്ല. ശനി ഞായറും സ്കൂളില്ലാത്ത സമയത്ത് അവളത് പെയിൻ എടുക്കണ്ടേ. താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയിലേറ്റി വെച്ചുകൊണ്ട് നടക്കാണ്. അപ്പോൾ അങ്ങനെ അവൾക്ക് അതിന് ഞാനപ്പയ്ക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ 100 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേ നോക്കാൻ വയ്യേ പറഞ്ഞു. അപ്പോൾ അത് 2 കിട്ടി. 2 കിട്ടിയുള്ളൂ. അപ്പോഴേക്കും അങ്ങോട്ട് കരയാൻ തുടങ്ങിയപ്പോഴേക്ക് ഇടങ്ങാറായിട്ടോ. കുഞ്ഞിനപ്പുറത്ത് നിന്നിട്ട് തലാട്ടാണ്. എന്തുണ്ടാക്കണ്ടേ? അപ്പൊ നടക്കും വേണോ? ഞാൻ എനിക്ക് മാത്രം മതിച്ചിട്ടാണ്. എന്തുണ്ടാക്കി തന്നെ മുട്ട വറക്കേ എന്താ വേണ്ട? എന്ത് എന്ത് അതെന്താ ഇങ്ങോട്ട് അടിക്കുന്നതോ? അതെന്താ? എന്ത് ആട്ടെ ഈ മധുരി നേരത്തോ നീ എന്തെങ്കിലും ഉണ്ടാക്കി എല്ലാവരും തിന്നുകയും ചെയ്യും. എല്ലാരും കഴിച്ചോളും. ചൂടോടെ എന്ത് കേട്ട സമയം എത്ര വെച്ചിട്ടാണ് ഏട്ടാ ദേഷ്യം വന്നാൽ ഞാൻ എത്ര സ്പീഡിൽ അടിക്കാന്ന് കാണിച്ചു തരണോന്ന്. എവിടെ കാണിക്കണ്ട്? ബാ ഞാൻ കാണിച്ചേരേ വേണോ? സുകന്യെ വന്നോ? കഴിക്കാന് 9 മണിയോ? അതെ, നീ ഓടാത്ത ക്ലോക്കിൽ നോക്കിട്ട് 9:10 പറയാൻ നിൽക്കണം. പോതോ എന്താ ഓടുണ്ട്? എടി വാടി. ആരാ ഓടണം? അനക്ക് കണ്ണുമടയും കാണണ്ടേ? വായ ക്ലോക്കിൽ നോക്കിട്ട് 9:10 മണി. മനുഷ്യൻ എന്തെങ്കിലും ഉണ്ടാക്കല്ലേ, അപ്പൊ സമയാണ് കേട്ടോ. എന്റെ അമ്മയുടെ ചവിട്ടുന്ന് നോക്കട്ടെ. എടാ വാണ്ടടാ എന്റെ കുട്ടി. വാ നടക്ക്. എന്തെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കട്ടെ. മല്ലിയാണ് ഇവിടെ. എന്തെങ്കിലും ഉണ്ടോ? നല്ല ടോർച്ചേട്ടാ അത്. പിന്നല്ലേ ഈ ഒരു പാക്കറ്റ് പൊടിയുള്ളൂ കേട്ടോ. എടി ഭയങ്കര ഗ്യാസിന്റെ മുകളിൽ ആരാ വെള്ളം വെച്ച് ചുക്കുവെള്ളം? ഞാനാക്കി വെച്ചതാണ്. ഞാൻ വിചാരിച്ചു ആരോ ആക്കി വെച്ചതാണ്. ശർക്കര അവിടെ ഉണ്ട്. മാറുമത്തെ
കുഞ്ഞ അങ്ങോട്ട് ഇപ്പോ സാധനം ഒന്നുമില്ലേ? ശർക്കര മധുരം എന്തെങ്കിലും ഉണ്ടാക്കി. ആ പൊന്ത് അത് വാട്ടർ പ്രൂഫാ. എന്ത് വാട്ടർ പ്രൂഫ്? ആട്ടാ ആർക്കാന്നറിയോ? 2 ആൾക്ക്, അച്ഛക്കും കുഞ്ഞേട്ടനും മാത്രം. ബാക്കിയുള്ളവർക്കൊന്നുമില്ല. നേരത്തെ ഓർഡർ കിട്ടിയവർക്ക് ഞങ്ങൾ 2 ആളും മാത്രമേ ഉള്ളൂ കേട്ടോ. വല്ലാത്ത എന്താ പിന്നെ തേങ്ങ എങ്ങനത്തെയാണ്? തേങ്ങ നീളത്തിലുണ്ടാവല് എവിടെ? അങ്ങനെ തന്നെയല്ലേ തേങ്ങ ഉണ്ടാവുക? ആ അതുപോലെ നീ അവിടെ കയ്യിൽ പിടിച്ചിട്ട് കാണിച്ചെങ്ങനെ? വിഷുവിനെ ഇതന്നെയല്ലേ ഇപ്പൊ അവസ്ഥല്ലേ? രാത്രിയോട് രാത്രിയല്ലേ ഉണ്ടാക്കാലേ. ഇപ്രാവശ്യം ഞാൻ നേരത്തെ ഉണ്ടാക്കും. എല്ലാവർക്കും കൊടുക്ക്. അതാ അവര് ചുണ്ടില് നനയട്ടെ. ചുണ്ടൊന്നും നനഞ്ഞില്ല കുഞ്ഞ. എടാ കുഞ്ഞുണ്ണിക്ക് കിട്ടിയില്ലടാ. കിട്ടിയില്ലേ? അവന് ചുണ്ട് നനഞ്ഞിട്ടും കൂടിയില്ല. അപ്പളേക്ക് പിടിച്ചു വാങ്ങി. അവന് കിട്ടിയില്ല. ചുണ്ട് നനഞ്ഞിട്ടില്ലടാ. എന്താ അവന്റെ ചുണ്ട് നനഞ്ഞിട്ടില്ലടാ. ചുണ്ട് നനഞ്ഞിട്ടില്ലടാ അവന്റെ. പൊന്നൂസ ഫുള്ള് കുടിച്ച കേട്ടോ. പിന്നെ പൊന്നൂസിന് കൊടുക്കണ്ട. ഇനി അവന് കൊടുക്ക്. എന്റെ കുട്ടിക്ക് ഒരു തുള്ളി കിട്ടിയില്ല. കുഞ്ഞുണ്ണിക്ക് അത് സാരല്ല. അവന് 2 അടയും കൂടെ കൊടുക്കാം. കുഞ്ഞേട്ടന് കൊടുക്കണ്ട കേട്ടോ. 2 അടി തരാം കേട്ടോ. എന്താ മാവ് കണ്ടോ? നമ്മള് വെള്ളം ചൂടോടെ അടുപ്പത്തുള്ളത് കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു. തിളപ്പിച്ച വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. ചില മാവ് ഒരു സുഖം ഉണ്ടായില്ല. അയ്യോ കോട്ടുമ്പോ നോക്കി നോക്ക്. പറ്റിച്ചടാ കുഞ്ഞാ. തുടങ്ങിട്ടാ നോക്കി വെക്കടാ. നിങ്ങളുടെ പൂതിയൊന്നും നടക്കില്ല കേട്ടോ. അപ്പൊ ഒന്നുകൂടി നോക്കി വെക്ക്. അത് വിഷുവിനല്ലേ? എന്നിട്ട് അട ഉണ്ടാക്കിയിരിക്കുക. ഊണ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് എനിക്കൊന്നും അറിയാനില്ല. എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ അമ്മ വേഗം ഉണ്ടാക്കിയിട്ടുണ്ടാവും. വേഗം ഉണ്ടാക്കി എന്താ അങ്ങനെ വിഷു ഇല്ലാത്തവർക്കൊക്കെ അല്ലേ കൊടുക്കും അമ്മ. എന്നിട്ട് കണി വെക്കാനുള്ളത് വേറെ ഉണ്ടാക്കും. എൻ്റെ അപ്പോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് 12:30 1 മണിക്കടി കിടക്കുക. കിടന്നുറങ്ങാൻ വേണ്ടി. വിഷുവിനൊന്ന് കിടന്നുറങ്ങാനാണോ നോക്കുക? ഞാൻ ഇപ്പഴൊക്കെ അല്ലേ ഇപ്പൊ അങ്ങനെയൊന്നല്ല. ഒറ്റ ഉണ്ടാക്കല്. അത് കണി വെച്ച് കഴിഞ്ഞിട്ട് വിളക്ക് കാണിച്ച് കണി വെച്ചതിന് ശേഷം കൈനീട്ടൊക്കെ കൊടുത്തതിന് ശേഷം എടുത്ത് കഴിക്കുക. പക്ഷെ ഞങ്ങളുടെ അവിടെ ഉണ്ടാക്കാനിരിക്കണോ? ഞങ്ങളുടെ അവിടെ നേരത്തെ തിന്നും. നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ വിഷു നിങ്ങൾക്ക് അറിയില്ല. അന്നൊക്കെ എന്തെങ്കിലാണ് എന്താ അട ഉണ്ടാക്കുള്ളൂ. ആ സമയത്ത് നമ്മള് നിങ്ങളെങ്ങനെ പടക്കം പൊട്ടിക്കുക? തീ കത്തിച്ചിട്ടാണ് പടക്കം പൊട്ടിക്കുക. ഞാനെങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ വെക്കുക എന്നിട്ട് ഒറ്റടല് അപ്പട് കത്തും. അതാണ് നിങ്ങൾക്ക് പടക്കം പൊട്ടിക്കാൻ അറിയില്ല. വിഷു അറിയില്ല, പടക്കം പൊട്ടിക്കാൻ അറിയില്ല. എന്നിട്ടാണ് വിഷുവിനെ കുറിച്ച് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ആദ്യം തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇത് നമുക്ക് കുറച്ച് വിഷമമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ പറയുന്നത്. നമ്മുടെ അച്ചുട്ടി ഭക്ഷണം കഴിക്കുന്നതിനെ കെട്ടിയിട്ട് പറയുകയാണ് ആർത്തിപ്പാട്ടാണ്, ആർത്തിപ്പണ്ടാരം ആ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് കണ്ടു. നോമ്പ് എടുത്തു കഴിഞ്ഞിട്ട് അത്രയും നേരം കഴിക്കാണ്ട് അല്ല, നോമ്പെടുത്തപ്പോ ആ ഭക്ഷണം കഴിക്കുന്നതിന് ഈ സുമിത പറഞ്ഞ ചേച്ചി ഇട്ടിരിക്കുക. ആ ചേച്ചി പിന്നെ എപ്പോഴും എനിക്ക് 50 വയസ്സാണ് 60 വയസ്സാണ് പറയാം. അതൊന്നും പിന്നെ എനിക്കത് വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതെ ഒരു കുട്ടി ഇരുന്നിട്ട് അത് ഭക്ഷണം വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് എത്ര ഭക്ഷണം കഴിക്കും? 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, ആ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റിയെന്നല്ല. നോമ്പെടുത്ത ഒരാൾക്ക് അതിനപ്പുറം കഴിക്കാൻ പറ്റില്ല. ആ കുട്ടി അതേ കഴിച്ചിട്ട് പൊറോട്ട വായിക്കൊണ്ടെന്ന് വെച്ചാൽ അടക്കം അത് 9 മണി 10 മണി ആ സമയത്താണ് അവിടെ കഴിച്ചത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, മക്കള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മക്കളും അങ്ങനെ തന്നെയാണ് കഴിക്കുമ്പോൾ. നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ടോന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾക്ക് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രസവിച്ച ഒരു അമ്മയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത്. നിങ്ങളങ്ങനെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ആ മാതൃത്വത്തിനൊരു വിലയില്ലാതെ പോകും. പിന്നെന്താ അതിന് കുറേ ചേച്ചിമാർ അമ്മ എന്ന് പറയുന്ന അതാണ്. മക്കളെ കാണുമ്പോൾ ഉള്ളലിഞ്ഞില്ലെങ്കിൽ അതൊരു അമ്മയല്ല.
പിന്നെന്താ സത്യം. എന്റെ കാഴ്ചപ്പാടല്ല, ഞാൻ കണ്ട അമ്മമാരൊക്കെ അങ്ങനെയാണ്. എന്റെ കാഴ്ചപ്പാടല്ല, ഞാൻ കണ്ട അമ്മമാരൊക്കെ അങ്ങനെ. അവർക്ക് ഏത് കുട്ടികളെ കണ്ടാലും അതിനോടൊരു വാത്സല്യം തോന്നുന്നത്. ഇപ്പൊ എന്നെ കണ്ട് എന്ത് പറയുകയാണെങ്കിലും അത് പറയാൻ പറ്റുന്നതാണ്, നിന്നെ കണ്ടിട്ടായാലും ശരി. പക്ഷെ കുഞ്ഞു മക്കളെ ഒക്കെ ആ രീതിക്ക് അവർക്ക് പറയാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു അമ്മയല്ല. എനിക്കത് അവരോട് പറയാൻ പാടില്ല. ആർത്തിപ്പണ്ടാരങ്ങള് മോശമായ രീതിക്കൊക്കെ പറയാൻ അത് എനിക്ക് പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമായിട്ടോ. ഇവരൊക്കെ നെഗറ്റീവ് തള്ളാൻ വേണ്ടി നമ്മൾ എന്താണ് ഇവരോട് കാണിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് ഇത്ര ഇഷ്ടപ്പെടാത്ത രീതിക്ക് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ നോമ്പെടുത്താണ് തെറ്റ്. നോമ്പെടുക്കുന്നതൊക്കെ വ്യക്തിപരമായ ഓരോ കാര്യങ്ങളാണ്. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, ഇഷ്ടമില്ലെങ്കിൽ എടുക്കാതിരിക്കാം. നമ്മളിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോമ്പെടുക്കണം നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അതുകൊണ്ട് എന്താണ് അതിൻ്റെ അനുഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. അല്ലാണ്ട് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും കരുതിയിട്ടൊന്നുമില്ല. അങ്ങനെ വിടേണ്ട ഒരു കാര്യമുള്ളൂ. അതിലിപ്പോൾ കുട്ടികൾ ആർത്തി കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആർത്തി കാണിക്കുക എന്നൊക്കെ പറഞ്ഞതിൽ ശരി. ആ കുട്ടി അത്രയും നേരം നോമ്പ് തുറക്കുന്ന ആ കുട്ടി എന്ത് കഴിക്കാനാണ്? പിന്നെ എനിക്ക് 60 വയസ്സായാലും എനിക്ക് 50 വയസ്സായാലും ഞാൻ എൻ്റെ കെട്ടിയോനും എങ്ങനെ പറയുക, കെട്ടിയോനേക്കാളും മൂത്തതാണ് വെച്ചാലും എന്നെ ഈ വീട്ടിലുള്ളവർ അംഗീകരിക്കുന്നുണ്ട്. അതിൽ ചേച്ചിക്ക് ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണോ, അവർ ആസ്വദിച്ച് കഴിക്കണോ, അത് ആർത്തിയായിട്ടാണ് ചേച്ചിക്ക് തോന്നുന്നത് പറഞ്ഞാലും എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. ചേച്ചിയുടെ കണ്ണിൽ മക്കൾ കഴിക്കണത് ആർത്തിയാണെന്ന് പറഞ്ഞു വെച്ചാൽ അത് എൻ്റെ കാഴ്ചപ്പാടിൽ തെറ്റല്ല, അത് ചേച്ചിയുടെ തെറ്റാണ്. ചേച്ചിയുടെ തെറ്റാണ്. കാരണം 50 വയസ്സായോ 60 വയസ്സായോ എന്നുള്ളത് അതിപ്പോൾ നമുക്ക് 15 വയസ്സായുള്ളൂ നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് അതിനേക്കാൾ കൂടുതൽ ആവരുതേ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇനി അതിനേക്കാൾ കൂടുതലായാലെന്താ കുറഞ്ഞാലെന്താ? അതൊക്കെ നമ്മളെ മാത്രമുള്ള പ്രശ്നങ്ങളല്ലേ. എന്തായാലും എൻ്റെ അമ്മയ്ക്ക് 60 വയസ്സായിട്ടില്ല കേട്ടോ. എനിക്ക് 50 വയസ്സാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് എൻ്റെ അമ്മ 10 വയസ്സിൽ പ്രസവിച്ചിട്ടുണ്ടാവും. എൻ്റെ ഏട്ടന്മാരെ 5 വയസ്സിലും 4 വയസ്സിലൊക്കെ പ്രസവിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഞാൻ ഇതിൽ കൂടുതൽ എന്താ വെച്ചാൽ ഞങ്ങൾ 7 വയസ്സ് വ്യത്യാസമുണ്ട്. ഞാൻ ആവട്ടെ, അത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ അതിന് മറുപടി പറയാൻ നിൽക്കുന്നതാണ് പ്രശ്നം. നമ്മുടെ മക്കളൊക്കെ തേങ്ങ ശർക്കരയും കൂടി ഇങ്ങനെ കുഴച്ച് കഴിച്ചല്ലേ ലേട്ടാ, എന്താ രസിച്ചിട്ടാ. നമ്മുടെ മക്കളൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇരിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു സന്തോഷം അത് വേറെ തന്നെ കേട്ടോ. അല്ലേ, ഇവരൊക്കെ വലുതായോ. ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണേ, അത് ഉണ്ടാക്കുമ്പോ ചൂടോടെ അടുത്തുനിന്ന് തന്നെ വാങ്ങി ഇങ്ങനെ കഴിക്കുമ്പോഴല്ലേ അതിന്റെ രുചിയും കൊടുക്കുന്നതിന്റെ സന്തോഷമൊക്കെ ഒന്ന് വേറെ തന്നെ. പിന്നെന്താ, ഇതൊന്നും എപ്പോഴും കിട്ടാത്ത, വലുതായി കഴിഞ്ഞാൽ കിട്ടുമല്ലേട്ടാ. സുകന്യെ ഒരു സഹായം ചെയ്തു തരുമോ? ആ ഇഡ്ഡലി ചെമ്പില്ലേ, ചൂടുവെള്ളം ആക്കിയാലും മതിട്ടാ. എന്താ ഉണ്ടാക്കണ്ട് പറ. നല്ല അല്ല അല്ലേ. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കറിയൊക്കെ ആയപ്പോൾ വിറകിന് പോയിട്ടോ കുറേ പട്ടത്തണ്ട് കൊണ്ടുവന്ന് വെച്ചു. എൻ്റെ ഭഗവാന് ഈ പട്ടത്തണ്ടില്ലേ സുവിന്, ഇനി എത്രയും വെച്ചിട്ടാ. ഞാൻ മഴ മീനായില്ലേ, മേടം ഇടവപ്പാതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയില്ലേ, മേടമാസം ആവുമ്പോൾ കമ്മിയാക്കി വെച്ചിട്ടേ. നാവള തൂമ്പലേ നാവളയില്ല. അന്ന് കുഞ്ഞേട്ടന്റെ ഒന്ന് അണക്ക് തരാം. ഇതില് ഏലക്കായും ചുക്കും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു മണം വേണ്ടേ? വേണം വേണം. താട്ടാ എന്തേ വേണ്ടടാ. ഇപ്പോഴൊക്കെ ഇങ്ങനെ ഇഷ്ടാവുമ്പോ ഇങ്ങനെ നമുക്ക് കഴിക്കാൻ തോന്നുമ്പോഴേ നമ്മളിങ്ങനെ ഉണ്ടാക്കണ്. ഒരു സമയത്തേ ഇത് വിഷുവിന് മാത്രം ഉണ്ടാക്കിയിരുന്ന സാധനമായിരുന്നു അല്ലേട്ടാ. വിഷുവിന് ഉണ്ടാക്കുന്നതിന്റെ രുചി വേറെയാണേ. അത് പ്ലാച്ചിൻ്റെ ഇലയിലൊക്കെ അതിങ്ങനെ ഉണ്ടാക്കുമ്പോഴേ അതിന് ആ ഒരു സമയത്തെ ഒക്കെ പാടം കിടാകുമ്പോൾ ഒരു വേറൊരു രസമാണ്. നമ്മളിപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി കഴിച്ചാലും ആ വിഷു ഉണ്ടാക്കുന്ന രുചിയോ അല്ലെങ്കിൽ ആ ഒരു സുഖമോ സന്തോഷം കിട്ടും.
ഇതിപ്പോൾ വിശക്കുമ്പോൾ അങ്ങനെ കുറച്ച് മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കുക എന്നല്ലാണ്ട് ആ ഒരു ഇത് കിട്ടില്ല. വിഷുവിന് ഉണ്ടാക്കുന്നത് വേറെ രസമല്ലേ. എന്തിന് അങ്ങനെ കുഞ്ഞിൻ്റെ കാര്യങ്ങളറിയാം. പിന്നെ എങ്ങനെയാ അട എടുത്തേക്കെന്നുള്ളത്. കുഞ്ഞൻ മിസ്റ്റർ കുഞ്ഞൻ. പിന്നെ ഇത് കുഞ്ഞനറിയില്ലേ അല്ലേ? ഇനി അടുത്ത പ്രാവശ്യം കുഞ്ഞിൻ്റെ സ്കൂളിൽ പരിപാടി ഉണ്ടാവുമ്പോൾ വല്യമ്മ അതേപോലെ ഉണ്ടാക്കി തരാം കേട്ടോ. എന്ത് പരിപാടിക്ക് കുഞ്ഞ? ഫുഡ് ഫെസ്റ്റിവലിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കൊടുത്തു കിച്ചുവിനൊക്കെ അല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു. ഓർമ്മ ഉണ്ടോ? എന്താ അടി പണ്ണേ? എന്തിന്റെ മൂടി? അതാ അവിടെ ഉണ്ടേ. എന്താ അവിടെ വെച്ചിട്ടുണ്ട്. കുട്ടിക്ക് ഉണ്ടാക്കി തരാം കേട്ടോ വല്യമ്മ. മധുരൊക്കെ നല്ല കേട്ടോ. തേങ്ങ കുറച്ച് കമ്മിയാണ് അതുകൊണ്ട്. അല്ല അത് കുറവല്ലേ? അവല് വേണമെങ്കിൽ ഇടണോ തേങ്ങയുടെ പകരം? വേണ്ട വേണ്ട കേട്ടോ. കനല്ലാണ്ട് പരത്തിയിട്ടുണ്ട്. കനല്ലാണ്ട് പരത്തിയാൽ മതി. ഏലക്കായ ഉണ്ട്, ചുക്കുണ്ട്. ഏലക്കായും അതൊക്കെ ഇട്ടിട്ട് ചുക്കിടണ എന്തിനാന്നറിയോ? പഴം കൂടി ഇടുമ്പോ ഒരു അതിന്റെ ആ വല്ലാത്തൊരു രുചിയുണ്ട്. അതിന്റെ പോകും. ചുക്കിട്ട് കഴിഞ്ഞു വെച്ചാൽ എന്താണെന്നറിയോ? ഗ്യാസിന്റെ പ്രശ്നം, പിന്നെ അതിന്റെ ചുക്കിന്റെ ഒരു മണമൊക്കെ നല്ലതാണ് അല്ലേ? എന്താണ്ട് സുകന്യ എല്ലാവർക്കും എത്ര എടുക്കാണ്ട്? ഓരോന്നോ. എനിക്ക് 2 കുഞ്ഞിന് ഓരോന്നിരിക്കല്ലേ ഇല്ലേ? എന്താ കുഞ്ഞ്? മമ്മൂട്ടി മോഹൻലാൽ, വീണ്ടും മമ്മൂട്ടി മോഹൻലാൽ. ലാലേട്ടാ എന്താ സുകന്യ? എന്താ വെച്ച നല്ല രസാ. അനിയേട്ടന്റെ പോലെ കഴിഞ്ഞില്ലേ? എത്രത്തിന്റെ കഴിഞ്ഞു? ഒന്നേ ഉള്ളൂ. കഴിഞ്ഞു. കനല്ലാണ്ട് പരത്തും കൊണ്ട് കിട്ടിയതാട്ടോ. അതിനേ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ചോറിനുള്ളതാ. അപ്പോഴേ ഇത് 1-2 തന്നെ കഴിക്കും. നാളെ ഒരു പൂതി പറയരുത്. നാളത്തെ പൂതി നാളെയല്ലേ കുഞ്ഞ? നീ എന്താ ചെയ്യണ്? അതിന് കൂട്ടർമ ഉണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. അടുപ്പിലേക്ക് നോക്കിയിട്ട് തിന്ന കൂട്ടർമ പിടിച്ച് തിന്നു വരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ. ശരിക്കും ഇങ്ങനെയല്ല കേട്ടോ അത് ചെയ്യാ. ചെമ്പിലാണ് ചെയ്യാറ്. കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവുമ്പോൾ ചകിരിയൊക്കെ വെച്ചിട്ട് വിഷുവിൻ്റെ സമയത്ത് കാണിച്ചു തരാം കേട്ടോ. 2 തവണയായിട്ട് വെച്ചാൽ മതി. വേഗമായിരുന്നു. ഏത്? അതിന് അത്ര അടയില്ലല്ലേ? എല്ലാം കൂടി ഇരിക്കുള്ളൂ. അത് അടപ്പെടുക്കുക. ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പിനേക്കാളും നല്ലതല്ലേ? ഒരു 10 മിനിറ്റ് അല്ലേ വേണ്ടുള്ളൂ. അടച്ചു അല്ലേ? ആ ഇല അവിടെ ഇരുന്നോട്ടെ. കഴിഞ്ഞു. വെള്ളത്തിലെരിഞ്ഞിട്ട് ഉപ്പിലിട്ട് വെച്ചാൽ വെറുതെ ഇത് കേടുവരുത്തി കളയുന്നത്. കുട്ടികൾ 2 പച്ചമുളക് അങ്ങോട്ട് കീറിയിട്ടാ എരിവുമായ. ഇത് ആരുടെ ഈ തുണി? ഇത് കിച്ചൂൻ്റെ. ഇത് കിച്ചൂൻ്റെ ആണേ. കിച്ചൂൻ്റെ വഞ്ചിപ്പാട്ടുണ്ടായിരുന്നില്ലേ? ചുരിദാർ വാരി ഉപയോഗിക്കാൻ എന്തായാലും. കിച്ചൂൻ്റെ വഞ്ചിപ്പാട്ടുണ്ടായിരുന്നില്ലേ സ്കൂളില്? പിന്നെ കിച്ചൂൻ്റെ വഞ്ചിപ്പാട്ട് പിന്നെ വെള്ള കളറാണേ. ഇതെന്താണെന്നറിയോ? അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കേട് വരുള്ളൂ കേട്ടോ. അപ്പം അതിനേക്കാൾ നല്ലതല്ലേ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ. ഇനി എന്താ കുറച്ച് ചക്കയും വറുത്ത് വെക്കണം. ഒരു ആവിയായി. ഒന്നും കൂടി ഉണ്ട്. തീ ഒന്ന് കത്തിക്കട്ടെ. തീ കടന്നിട്ട് പുകയിന്. എന്തെങ്ങനെ പുകഞ്ഞു പെട്ടെന്ന്? ആവേ. ഇതാണെങ്കിൽ പൊന്നു എവിടെ കൊണ്ടിട്ട് അവൻ കുഞ്ഞെ കുട്ടിയായതുകൊണ്ട് അവര് ഇനിയിപ്പോ ആദ്യം ഇത് കഴിക്കും. ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ. ആദ്യം ഒന്നും തിന്നുന്നില്ല. 2 കുഞ്ഞുണ്ണിയെ
ഒന്ന് കഴിച്ചടാ ഉത്തേ എന്നിട്ടല്ലേ ചൂടുണ്ടതേ കേട്ടോ. അമ്മു 2 3 എത്ര വേണ്ടിച്ച് തരാം കേട്ടോ. അച്ചു അച്ചുവോ അമ്മുവോ പോര് പോന്നോളൂ ഇങ്ങോട്ട് തായോ അത് പൊളിച്ചേരേ ഞാൻ തിന്നാനൊന്നല്ലേ കണ്ടോ. അച്ചുവിന് വേണ്ടല്ലോ ചൂടില്ലേ നോക്കി തിന്നിട്ടാ. അടിപൊളിയില്ല അച്ചു. അത് ചൂട് അതിന് തീരെ കനല്ല. അമ്മ എടുത്തിട്ട് വാ, പാത്രം എടുത്തിട്ട് വാ. പാത്രം എടുത്തോട്ടോ. അതങ്ങനെ കയ്യിലേ ഇതാണ്ടോ ഇതെങ്ങനെയാണ് കണ്ടോ കണ്ട ചൂടുണ്ട്. അടിപൊളി കണ്ടില്ലേ അച്ചുവിൻ്റെ അതാ. അതൊന്ന് ചെറിയൊരു ചൂടാറിന് ഇന്നാലാണ്. ഇതാണ്ടോ ഒരു ഇളം ചൂടില്ല തിന്നാൻ നല്ല അച്ചു. ഇതാണ്ട ഒന്നുകൂടെ ടേസ്റ്റാ. കണ്ടില്ലേ അടിപൊളി. തിന്നിട്ടേ ഞാൻ തിന്നുള്ളൂ കേട്ടോ. കുഞ്ഞുണ്ണിയെ എങ്ങനെയുണ്ട്? ചൂടാറാനൊന്ന് തുറന്നു വെക്കണോ? ചൂടാട്ടെ. ഒരുപാട് കട്ടിയില്ലാണ്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല രസം. എന്താ നമ്മൾ ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ പോകുമ്പോഴേ അവിടെ തട കിട്ടും കേട്ടോ. വായിലിട്ടാൽ ഇഞ്ഞ ഊലിട്ടാ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അട വാങ്ങും. അവിടെ നിന്ന് പോയാൽ അപ്പം അട വാങ്ങും കേട്ടോ. ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാണ്ട് വഴിപാട് ചെയ്യാൻ. അതാണ് അപ്പൊ കാര്യം. ഫ്രീ ആയിട്ടാണെന്നുള്ളതാണ് അപ്പൊ കാര്യം. എനിക്കിങ്ങനെ ചൂടോടെ ഇഷ്ടം. ഏട്ടാ കഴിച്ചോ? കഴിക്കാം. തണുക്കേ എന്താ ഈ സമയത്ത് തണുക്കണ്? ചുട്ടിട്ട് വയ്യ അപ്പഴാ തണുക്കണല്ലേ? ചുട്ടിട്ട് വേണ്ടറാ. അപ്പോഴേ നമ്മളിന്നില്ലേ ആ കാവുമിക സമയം വഴുകിട്ടോ. നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ഇതാണ്ടാ കണ്ടില്ലേ കനൊന്നുമില്ലാണ്ട് നല്ല മയത്തിൽ കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. ഞാൻ മാത്രമല്ല ഞങ്ങൾ നന്നായി കഴിച്ചോട്ടോ. ആർത്തിയാണ് പൂർത്തിയാണെന്നൊക്കെ പലരും പറയും. നമ്മുടെ അടുക്കള നമ്മുടെ വീട്. നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്നവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് നിങ്ങൾ കഴിച്ചോളൂ. ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. കഴിച്ചോളൂ. വയറ് നിറയെ കഴിച്ചോളൂ. പറയുന്നവരെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാളെ കാണാം.